ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 42-ാം വാക്യം. അവർ പറഞ്ഞു, ഇവൻ ജോസഫിന്റെ മകനായ ഈശോയല്ലേ? ഇവന്റെ പിതാവിനെയും മാതാവിനെയും നമുക്കറിഞ്ഞുകൂടെ? പിന്നെ എങ്ങനെയാണ് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നുവെന്ന് ഇവൻ പറയുന്നത്? ഈശോയുടെ വാക്കുകൾ, വിശുദ്ധ കുർബാനയെക്കുറിച്ച്, സ്വർഗത്തിൽ നിന്ന് വരുന്ന അപ്പമാകുന്ന തന്നെക്കുറിച്ച് ഈശോ തന്നെ പറഞ്ഞ വാക്കുകൾ ഗ്രഹിക്കാനും സ്വീകരിക്കാനും കഴിയാതെ പോയ ഫരിസേയരും നിയമജ്ഞരും, ഈശോയെ ആ പ്രദേശത്തെ ഒരു ചെറുപ്പക്കാരനായി മാത്രം കണ്ട് മനസ്സിലാക്കിയിരുന്ന ആളുകൾ ഈശോയെക്കുറിച്ച് പറയുന്ന ഒരു കമൻ്റാണിത്. ഇവൻ നമ്മുടെ നാട്ടിലുള്ള ജോസഫിൻ്റെ മറിയത്തിൻ്റെ മകനല്ലേ? ഈശോയെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാതെ പോകുന്ന മറ്റൊരു കൂട്ടം ആളുകളെയാണ് നമ്മൾ കാണുന്നത്. ഇന്നലെയും കുറേ പേരെ അങ്ങനെ നമ്മൾ കണ്ടു. അത് ഈശോയുടെ കൂടെ നടന്ന ആളുകളായിരുന്നു. ഇത് അധികാരികളാണ്. അവർ ഈശോയെ വേണ്ട രീതിയിൽ ഈശോ ദൈവമാണ് എന്ന കാര്യം മനസ്സിലാക്കാതെ പോകുന്നു. അവർക്ക് അവരുടെ ചുറ്റുപാടുകൾ വെച്ചാണ് ഈശോയെ അവർ മനസ്സിലാക്കുന്നത്. ഇത് ജോസഫിൻ്റെ മകനല്ലേ, മറിയത്തിൻ്റെ മകനല്ലേ, നമ്മളെപ്പോലെ തന്നെയുള്ള ഒരാളല്ലേ? പക്ഷേ ഈശോ പുറമേ മനുഷ്യനായി കാണപ്പെട്ടെങ്കിലും പൂർണ്ണമായ ദൈവമായിരുന്നുവെന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇടപെടുന്നവരും നമ്മൾ വെറുതെ വില കുറച്ച് കാണുന്ന ഒരു സാഹചര്യമുണ്ടോ എന്ന് ചിന്തിക്കണം. ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ പാവപ്പെട്ടവരായിട്ടോ ദുർബലരായിട്ടോ ബലഹീനരായിട്ടോ ഒക്കെ നമ്മുടെ മുമ്പിൽ വരുന്നവരുടെ ഉള്ളിലും അതിശക്തമായ ഒരു ദൈവ സാന്നിധ്യമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. ഭാരതീയ സംസ്കാരത്തിൽ, പൈതൃകത്തിൽ നമ്മൾ ഒരാളെ കൈകൂപ്പി വണങ്ങി നമസ്കാരം എന്ന് പറയാറുണ്ട്. അത് സത്യത്തിൽ ഉദ്ദേശിക്കുന്നത് നിന്റെ ഉള്ളിലുള്ള ആത്മചൈതന്യത്തെ, ദൈവ ചൈതന്യത്തെ ഞാൻ വണങ്ങുന്നു എന്നാണ് അതിനർത്ഥം. അതുകൊണ്ട് നമ്മൾ നമസ്കാരം എന്ന് പറയുമ്പോൾ പുറമേ കാണുന്ന ഒരു വ്യക്തിയല്ല, ആ വ്യക്തിയുടെ ഉള്ളിലൊരു ദൈവിക ചൈതന്യമുണ്ടെന്നും ആ ദൈവിക ചൈതന്യത്തെ കൊണ്ടു നടക്കുന്ന നിന്നെ, ആ ദൈവിക ചൈതന്യത്തെ ഞാൻ കൈകൂപ്പി വണങ്ങുന്നു എന്നുമാണ് അതിനർത്ഥം. അതുകൊണ്ട് ആരെയും വില കുറച്ച് കാണാതിരിക്കാനും എല്ലാവരുടെ ഉള്ളിലും നന്മയും ദൈവിക ചൈതന്യവും ഉണ്ടെന്ന് മനസ്സിലാക്കി പുറമേ അവരുടെ വേഷഭൂഷാദികളോ രീതികളോ കണ്ട് മാത്രം അവരെ വിധിക്കാതിരിക്കാനും വില കുറച്ച് കാണാതിരിക്കാനും നമുക്ക് പരിശ്രമിക്കാം. ഇംഗ്ലീഷിൽ പറയാറുണ്ടല്ലോ, ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. ആമേൻ.